ഹലോ ചങ്കളെ, ഞാനിപ്പോ നിൽക്കുന്നത് കുഴൂർ ഗ്രാമപഞ്ചായത്തിലാണ്. കുഴൂർ എന്ന് പറഞ്ഞു വെച്ചാല് മാളയ്ക്ക് അടുത്ത് തന്നെ ഒരു സ്ഥലമാണ് കുഴൂർ ഗ്രാമപഞ്ചായത്ത്. അവിടെ പാറപ്പുറം എന്ന സ്ഥലത്ത് ജംഗ്ഷനിൽ തന്നെ ഒരു കുളമുണ്ട്, പോളക്കുളം. ഭയങ്കര ഫേമസ് കുളം ഉണ്ടാ. ഒരു 2 ഏക്കറിന് മേലെ വരുന്നൊരു കുളമാണ്. അപ്പൊ അവിടെ ഒരു നക്ഷത്ര തടാകം ഉണ്ടാക്കിയൊക്കെയാണ്. അപ്പൊ ഇതിപ്പോ എനിക്ക് തോന്നുന്ന ഒരു രണ്ട് കൊല്ലമായിട്ട് ഇപ്പൊ ഇവിടെ ഉണ്ട്. ഇപ്പൊ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു നക്ഷത്ര തടാകം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ കൊല്ലം അതിഗംഭീരമായിട്ടാണ് ഈ നക്ഷത്ര തടാകം ഈ കൊല്ലം സ്റ്റാർട്ട് ചെയ്തേക്കണം. അപ്പൊ ഇന്നലെ ആയിരുന്നു ഇതിന്റെ ഓപ്പണിങ്. അപ്പൊ നല്ല രസമാണ്. അപ്പൊ നമുക്കിത് കാണിച്ചു തരാം. നല്ല അടിപൊളിയാണ്. അപ്പൊ നാളെ തുടങ്ങി ഇവിടെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, സ്റ്റേജ് ഷോകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളി വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പൊ എല്ലാവരും വരണം. മാളയില് കുഴൂർ എന്ന് പറഞ്ഞ സ്ഥലം, പാറപ്പുറം ജംഗ്ഷനിൽ തന്നെയാണ് ഈ പോളക്കുളം എന്ന് പറഞ്ഞ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഈ കുളമൊക്കെ ഒന്ന് കാണാം. ഓക്കെ, കളിച്ചോക്കടി. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഡ്മിഷൻ ആരംഭിച്ചു. HS മുതൽ 8 വരെയുള്ള ക്ലാസ്സുകളിലേക്ക് ഡൊണേഷനില്ലാതെ നിങ്ങളുടെ കുട്ടികൾക്ക് CBSE വിദ്യാഭ്യാസം നൽകുവാൻ ഒരു സുവർണ അവസരം. അപ്പൊ ചങ്കൾ, എൻ്റെ ഏഞ്ചൽസാണ് നടന്നു പോണത്. അവരിങ്ങനെ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നടന്നു പോവുകയാണ്. കുറേ ആൾക്കാരുണ്ട്, നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. 24-ാം തീയതി ഒന്നും അത്ര തിരക്കുണ്ടായില്ല, പക്ഷേ ഇന്നലെ 25-ാം തീയതി മുതൽ നല്ല തിരക്കാണ്. നാനാ ഭാഗങ്ങളിൽ നിന്നും ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇത് മിസ് ചെയ്യരുത് ചങ്കളെ, എല്ലാവരും വരണം. മാളയ്ക്കടുത്ത് കുഴൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ കുളം സ്ഥിതി ചെയ്യണത്. പോളക്കുളം കൂട്ടായ്മയുടെ ഭാഗത്തോടനുബന്ധിച്ചാണ് ഈ ഒരു ആഘോഷം ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും ഈ കുളത്തിൻ്റെ പൊക്കത്താണ് കേട്ടോ ഞങ്ങളുടെ വീട്. അതിൻ്റെ സൈഡിലൊക്കെ ഞങ്ങളുടെ വല്യപ്പൻ്റെ വീട്, നമ്മുടെ റിലേറ്റീവ്സിൻ്റെ വീടൊക്കെ ഇതിൻ്റെ ചുറ്റുമുണ്ട്. ആ കാണുന്ന കുളത്തിന് നടുവിൽ കാണുന്ന ചെറിയ വഞ്ചി കണ്ട, ഒരു പാപ്പാനിരിക്കുന്നൊരു വഞ്ചി, അത് നമ്മുടെ ബ്രദർ ഷൈജും അവൻ്റെ വൈഫ് സുമിയും കൂടിയിരുന്ന് നിർമ്മിച്ചതാണത്. നല്ല രസമുണ്ട്, മാലബൾബൊക്കെ ഇട്ട് ഷൈജു ഉണ്ടാക്കിയൊരു വഞ്ചിയാണത്. അപ്പോൾ അത് നല്ല രസം, അടിപൊളി മനോഹരമായിട്ടുണ്ടത്. ഇതെൻ്റെ മക്കളാണ് ഈ നിൽക്കണേ. എല്ലാവരും കൂടിയിട്ട് ഒരു ഒത്തൊരുമയോട് കൂടി നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. ഒരു നാടിൻ്റെ ഏറ്റവും വലിയൊരു കൂട്ടായ്മയാണിത്. അത് തന്നെ ഏറ്റവും വലിയൊരു സംഭവമാണ്. നമുക്ക് സന്തോഷം. ജാതി മത ഭേദമേന്യേ എല്ലാവരും ഒരുമിച്ച് കട്ടയ്ക്ക് നിന്നിട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും അങ്ങനെ കേട്ടോ. ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നിട്ടായിരിക്കും എല്ലാ പ്രോഗ്രാമുകളും അവതരിപ്പിക്കുന്നത്. ഇവിടെ കരിമ്പിൻ ജ്യൂസ് കുടിക്കണം എന്ന് പറഞ്ഞിട്ട് പിള്ളേർ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കരിമ്പിൻ ജ്യൂസൊക്കെ കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല രസമുണ്ട് കരിമ്പിൻ ജ്യൂസ്. കളിപ്പാട്ടം വാങ്ങിക്കാനാണ് അവർക്കിടെ പോക്ക്. കളിപ്പാട്ടം വാങ്ങിച്ച് കുറച്ച് പൈസ അങ്ങനെ പോയി. പെട്ടിക്കടകളൊക്കെ നിറച്ചും പെട്ടിക്കടകളാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇവിടെ ഗാനമേള, സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുള്ള ഇതാണ്. പിന്നെ ഫാമിലി ഗെയിംസൊക്കെ ഉണ്ട്.
വയസ്സിലെ കലാകാരന്മാരെല്ലാവർക്കും ശേഷം കഴിവുകൾ കാലഘട്ടങ്ങളിലെ 2024 വർഷത്തെ പാരമ്പര്യമാണ് അപ്പോൾ ശങ്കളെ ആ ചേട്ടൻ കരിമ്പൻ ജ്യൂസ് സെറ്റ് ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കരിമ്പൻ ജ്യൂസ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ കരിമ്പൻ ജ്യൂസ് കഴിക്കാമല്ലേ. നല്ല തിരക്ക്, അടിപൊളി തിരക്ക് എന്ന് പറഞ്ഞാൽ അടിപൊളി തിരക്കണം ചങ്കളെ. അപ്പോൾ ഞാനോരോ കരിമ്പൻ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട് എനിക്കും മക്കൾക്കും. കരിമ്പൻ ജ്യൂസ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഒരു 3 കരിമ്പൻ ജ്യൂസ് പോട്ടെ ചേട്ടാ. ഒരെണ്ണം കിട്ടി. അവൾ ആദ്യം വാങ്ങിച്ച് കുടിക്കുകയാണ്. നല്ല തണുപ്പുണ്ടായിരുന്നു, ചെറുതായിട്ട് തണുപ്പുണ്ടായിരുന്നു. മഞ്ഞും തണുപ്പും കൂടിയായിട്ട് ഇപ്പം എല്ലാവർക്കും ചുമ പിടിച്ചിരിക്കുകയാണ് കേട്ടോ. ചുമ എൻ്റെ സൗണ്ടൊക്കെ അടഞ്ഞു പോയൊക്കെയാണ്. എനിക്ക് ഒരെണ്ണം കിട്ടി. അതവന് കൊടുത്ത് നമുക്ക് ലാസ്റ്റ്. ഓക്കെ, കണ്ട അവൾ പിന്നെയും വാങ്ങിച്ചു. അവൾക്ക് ഇനിയും വേണമെന്ന്. മൊത്തം 4 എണ്ണം വാങ്ങിച്ചവൾ, രണ്ടാമതും കുടിച്ചവൾ. കൊള്ളാം, സൂപ്പർ സൂപ്പർ ടേസ്റ്റ്. അപ്പം അങ്ങനെ നമുക്ക് കരിമ്പും ജ്യൂസൊക്കെ അടിച്ച് സെറ്റായി. ഇനി തിരിച്ച് നമുക്ക് ഈ കാഴ്ചകളിലേക്ക് വീണ്ടും പോകാം. അപ്പം എല്ലാവരും വരണം. ഇവിടെ നമുക്ക് മാളയിലെ അടുത്ത് തന്നെയാണ്, ഒരുപാട് ദൂരമൊന്നുമില്ല. നല്ല അടിപൊളി കാഴ്ചയാണ്. നിങ്ങൾക്ക് ഇതൊരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങളാരും എല്ലാവരും വന്നത് കാണണം കേട്ടോ ചങ്കളെ. ഇതിനുശേഷം മണിയുടെ ഒരു പാട്ടായിരിക്കും ആദ്യം. സ്വർഗപുത്രി